ഹലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നെയ്മീൻ മുളകിട്ടതാണ്. ഇതൊരു റെഡ് കളറായിട്ട് ഉണ്ടാക്കുന്ന ഒരു മീനാണ് കേട്ടോ. ആവശ്യത്തിന് പുളിയും എരിവൊക്കെ ആയിട്ടുള്ള മീൻ കറിയാണ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്മീൻ വേണം. നെയ്മീൻ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നല്ല രീതിയിലൊന്ന് ചതയ്ക്കുക. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് പുളി കുതിർത്ത് വെക്കണം. ഇനി ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ഉലുവ ഇടുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ നല്ല രീതിയിലൊന്ന് ഉള്ളി വാടി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളിടണം. പൊടികളായിട്ട് കാശ്മീരി ചില്ലിയും എരിവെള്ള മുളക് പൊടിയാണ് ഇടുന്നത്. 2 ടീസ്പൂൺ വെച്ച് ഇടണം. രണ്ടും കളറിനനുസരിച്ച് കാശ്മീരി ചില്ലിയും എരിവിനനുസരിച്ച് എരിവെള്ള മുളക് പൊടി ഇടുക. അപ്പോൾ നമ്മൾ പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി പൊടികളൊന്ന് ചൂടായി വരുമ്പോഴേക്കും പുളി കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളത്തിൽ നിന്ന് പകുതി ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പൊടികൾ കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പുളിവെള്ളവും കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കുക. എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യാം. കരിഞ്ഞു പോകരുത്. ഇത് നമ്മൾ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളവും കൂടി ഇടുക. പുളിയും ഇടുക. നല്ല രീതിയിലൊന്ന് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ചാറിന് വേണ്ടിയിട്ട്. കാരണം പൊടികൾ ഓൾറെഡി ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ സാധാ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറച്ചും കൂടി കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ തെളിഞ്ഞ് വന്നു. ഇപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മീനിടാം. മീൻ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് മൂടി വെച്ച് വേവിക്കണം. മീൻ ഓവറായിട്ട് വേവരുത്. നെയ്മീനാണ്, റബ്ബർ പോലെയാവും. നല്ല രീതിയിൽ അതൊന്ന് വെന്ത് വന്നവരെ വെയിറ്റ് ചെയ്യാം. അതായത് മീനിപ്പം കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കുക, പുളി നോക്കുക, പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. ഈ ചാറ് ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് അത് കുറുകി വന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.